Good morning. Welcome back to another episode of Snappy's vlog. So guys, ഇന്ന് June 25. സോ ഇന്ന് ഭയങ്കര ചൂടുള്ളൊരു ദിവസമാണ്. സണ്ണിയസ്റ്റ് ഡേ ഇൻ UK. സോ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാം. സോ രാവിലെ തന്നെ ഞാൻ ഇപ്പോൾ സമയം 10:30 ആയി. എനിക്കിന്ന് 1 മണിക്ക് പ്രൊഫസറായിട്ട് മീറ്റിംഗ് ഉണ്ട്. സോ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഇന്നത്തെ ഹോൾ ഡേ എങ്ങനെയുണ്ട് എല്ലാം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രൈമാർക്കിന് പോയി മേടിച്ച ഒരു ടോപ്പും പിന്നെ ഒരു കുഞ്ഞു മിനി സ്കേർട്ടുമാണ് പെയർ ചെയ്യുന്നത്. സോ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ബൈ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് സൺസ്ക്രീൻ. എൻ്റെ സൺസ്ക്രീന് തീർന്നു. ഞാൻ നമ്മുടെ അടുത്തുള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ടാൻ അടിച്ച് ഫുള്ള് കത്തും. കഴുത്തിലും ടാൻ കണ്ണ് കാണില്ല. ഈ ഒരു കമ്മലിട്ട് രണ്ട് കമ്മലാണ് ഇതിൻ്റെ പേര് കണ്ടുപിടിച്ചു. One eternity later. ലിപ് ബാം ഇട്ട് സെറ്റ് ലിപ്സും ഹെയറും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് പോയിട്ട് വരാം. യൂണിവേഴ്സിറ്റിയിൽ പോകണം. സോ ഗൈസ് ഭയങ്കര വെയിലാണ്. ഞാൻ കുടയൊക്കെ ചൂണ്ടിയിട്ടാണ് പോകുന്നത്. കാണുമ്പോൾ അറിയില്ല, ഞാൻ കാണിച്ചു തരാം. നല്ല ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ട്. ആക്ച്വലി നാട്ടിൽ 40 വരെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ ക്ലൈമറ്റ് വരുന്നത്. ഇവിടെ ഭയങ്കര വീട്ടിലൊന്നും ഇരിക്കാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ ഹൗസസൊക്കെ നോക്കുക, ഫുള്ളും ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള ടൈപ്പിലുള്ള ഹൗസസ് ആയിട്ട്, അതായത് കോൾഡ് വെതറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ് കൂടുതൽ വീടുകളിലുള്ളത്. അപ്പോൾ വീട്ടിനകത്ത് സീലിംഗ് ഫാന് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ കയ്യിലൊരു പെഡസ്റ്റൽ ഫാൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഗൈസ് ഭയങ്കര വെയിലാണ്. സോ ഗൈസ് ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് മീറ്റിംഗ് വന്നിട്ട് 1 മണിക്കാട്ടോ മീറ്റിംഗ്. അപ്പോൾ ഇപ്പോൾ 11:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പോണ സിറ്റി സെൻറ്ററിലേക്കാണ്. സിറ്റി സെൻറ്ററിലോട്ടേക്ക് പോണ നാളെ നന്ദൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അവനെന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് മേടിക്കണം. അപ്പോൾ ഈ ഗിഫ്റ്റ് മേടിച്ചിട്ട് ലൈബ്രറി പോയി കുറച്ച് നേരം ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 1 മണിക്ക് മീറ്റിംഗ് കൂടാമെന്ന് വിചാരിക്കണം. ഹൗ ഇസ് മൈ ഔട്ട്ഫിറ്റ്? റൈറ്റ്. തണുപ്പത്ത് ചൂടത്ത് ഇതൊക്കെ ഇടുന്നത് തന്നെയാണ് നല്ലത്. വെറുതെ ജീൻസും ടോപ്പൊക്കെ ഇട്ട് നോക്കണതിന് നല്ല എയർ കണ്ടീഷനിങ് ഉണ്ടാവും. ലാസ്റ്റ് ടാൻ അടിച്ച് ഫുള്ള് ടാൻ അടിച്ചാവോ അറിയില്ല. എനിവേസ് ഞാൻ സിറ്റി സെൻറ്റർ എത്തിയിട്ടുള്ള ക്ലിപ്സ് കാണിച്ചു തരാം. കണ്ടോ, ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന റോഡാണ്, ഗുൽസൺ റോഡ്. ഇനി സിറ്റി സെൻറ്റർ എത്തിയിട്ടുള്ള ക്ലിപ്സ് ഞാൻ കാണിച്ചു തരാം. ഐസ്ക്രീമിൻ്റെ ഒക്കെ വണ്ടിയാണ് ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്.
പേർത്ത് കുളിച്ച് സിറ്റി സെൻറ്ററിൽ ഫൈനലി എത്തി. കണ്ടോ സോ സണ്ണി. കണ്ടോ എല്ലാവരും നല്ല സമ്മർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും നടക്കുന്നുണ്ട്. നല്ല വെയിലാണ്. നോക്കൂ ഇറ്റ്സ് 12 മണി ആവാനാവുന്നു. 11:15. നമുക്ക് ആദ്യം ഒരു T4 പോയിട്ടൊരു ബബിൾ ടീ കുടിച്ചിട്ട് പ്രൈമാർക്ക് പോകാം. കാരണം ഞാൻ ഭയങ്കര ടയേർഡായി. അതിൻ്റെ ഇടക്ക് നല്ല വെയിലുണ്ടെങ്കിലും നല്ല കാറ്റും അടിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ആശ്വാസമാണ്. നമുക്ക് ആദ്യം ഒരു കാർഡ് ഫാക്ടറി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെ പോയി നോക്കണോ ഏത് കടയിൽ കയറണം എന്ന് ഡൗട്ടാണ്. ഒരു ഐഡിയ ഇല്ല എന്താ മേടിച്ചു കൊടുക്കുക. സോ എല്ലാ കടയിലും ഒന്ന് കയറിയിട്ട് എവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ആവുമോ നോക്കാം. ഇതെന്തോ സൺസ്ക്രീനൊക്കെ ഇളകി പോകുന്നു. കാർഡ് മേടിക്കാം ഹാപ്പി ബർത്ത്ഡേൻ്റെ. എന്നിട്ട് ഒരു ഡ്രസ്സ് മേടിച്ചിട്ട് കൊടുക്കാം. ഐ തിങ്ക് ദാറ്റ് ഈസ് ഗുഡ്. നമുക്ക് കാർഡ് വേറെ റാപ്പൊക്കെയാണ്. ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാം. ഓക്കെ ക്യൂട്ട് സാധനങ്ങളൊക്കെ നൈസ് സാധനങ്ങളുണ്ട്. ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഒരു മിഠായിയുടെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. കയ്യിൽ ചോയും ഒക്കെ മിഠേ ഇതാ ക്യൂട്ട് ഒരു മിഠായിയുടെ റാപ്പ് മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഡ്രസ്സും കൂടി മേടിച്ചു കഴിഞ്ഞാൽ സെറ്റ്. നമുക്ക് പോയിട്ട് പ്രൈമാർക്ക് പോയിട്ട് മേടിക്കാം. സമയം എത്രയായി? മീറ്റിംഗ് ഉണ്ട് 1 മണിക്ക്. വേഗം ഡ്രസ്സ് എടുത്തിട്ട് ഓടാം. നമ്മൾ പ്രൈമാർക്കിലെത്തി. ഇനി ബോയ്സ് സെക്ഷൻ 2nd ഫ്ലോറിലാണ്. അപ്പോൾ 2nd ഫ്ലോറിലോട്ടൊക്കെ കയറാം. നല്ലത് ഏതെങ്കിലും കിട്ടിയാൽ മതിയെന്ന്. ലൈക്ക് എങ്ങനത്തെ അവന് ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല. ബട്ട് ഒരു ടോപ്പ് എടുത്ത് പോവാം. ഇതാ ഈ ഒരു ഫാൽക്കൺ പരുന്തിൻ്റെ ഈ ടോപ്പും ട്രൗസറും എടുക്കാൻ വിചാരിക്കുന്നു. ഹൗ അബൌട്ട് ദാറ്റ്? ഗുഡെന്ന് വിശ്വസിക്കുന്നു. ഈ വലിയ കവറായതുകൊണ്ട് ഇതിൻ്റെ ബാഗിൽ കൊള്ളില്ല. ഞാനിനി എങ്ങനെ ഒളിപ്പിച്ചേക്കും എനിക്കറിയില്ല. വാട്ട് വിൽ ഐ ഡു? ഇനി എന്താ ചെയ്യുക? ഒരു ഐഡിയ. വല്ല കാറിൻ്റെ ബാക്കിൽ ഡിക്കിയിലേറ്റവും കൊണ്ടുവെക്കേണ്ടി വരും. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? ഇതിൻ്റെ ബാഗിൽ കൊള്ളില്ല. ഞാൻ ആൽബീനേറ്റ വിളിച്ചിട്ട് കാറിൻ്റെ ബാക്കിൽ ഡിക്കിയിൽ വെക്കാറ്റോ പറയട്ടെ. എന്തായാലും ഞാൻ വേറെ വന്ന് ഒരു ബബിൾ ടീം കൂടി മേടിച്ചിട്ട് പോവാം. ഭയങ്കര ചൂട്. ഞാൻ രാവിലെ ഒന്ന് കഴിക്കാൻ അവിടെ സമയമില്ലേ ഇനി വീട്ടിൽ. കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ടൈം പോയി. സോ ഞാനൊരു ബബിൾ ടീ കുടിക്കാൻ T4 പോവാം. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കാർഡ് ഉണ്ട്. ആൻഡ് ഗൈസ് ദിസ് ഇസ് ദ T4. ഇവിടുത്തെ ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ പേൾ മിൽക്ക് ടീ. അതാണ് എൻ്റെ ഫേവറേറ്റ്. നമുക്ക് പോയി മേടിക്കാം. ആ T4 എല്ലാ ഫ്ലേവറും ട്രൈ ചെയ്തു. പക്ഷെ ഈ ബ്രൗൺ ഷുഗറിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ഇതിനും കിട്ടിയില്ല. സോ എൻ്റെ ആൽബിൻ്റെ ഫേവറേറ്റാണ്. ആൽബി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വിശന്ന് കൊണ്ട് ഇതിനടുത്ത് കുടിച്ചതാം. സോറി ഇതിനെ കൂട്ടാതെ ഒന്ന് കഴിച്ചത്.
ഈ ചൂടത്ത് ഇത് കുടിക്കുമ്പോൾ എന്ത് റിലീഫ് അറിയും. അത് 100% കോൾഡും 100% ഷുഗറും ആട്ടെ. പൊരി വെയിൽ. നമ്മൾ ലൈബ്രറീൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. എനിക്ക് ആ പ്രൊഫസറായിട്ട് മീറ്റിംഗ് ഉള്ളത്. അപ്പോൾ അരമണിക്കൂർ ലൈബ്രറിയിലിരിക്കാം. ലൈബ്രറിയിൽ ഇരുന്നിട്ട് ഈ വെയിലത്ത് നിൽക്കണേം കാട്ടി നല്ലതാണ്. അരമണിക്കൂർ അവിടെ ഇരുന്ന് സെറ്റാക്കിയിട്ട് 1 മണിക്ക് മീറ്റിങ്ങിന് പോവാം. പിങ്കായിപ്പോലും ഞാൻ വരുന്നു. ടൈം ഓട്ടോമാറ്റിക് തപ്പും. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ എന്തൊരു സുഖം. നമുക്ക് പോകേണ്ടത് 2nd ഫ്ലോർ. കൊള്ളാല്ലേ ഡ്രസ്സ്? ഹൗസ് ഡ്രസ് ഗൈസ്. സോ ഗൈസ്, ഞാനെന്താ നമ്മുടെ പ്രൊഫസർ അവിടെ ഉണ്ട്. സൂപ്പർവൈസറായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ് അയാൾ എന്നെ പൊരിച്ചു. ഇനി വീട്ടിൽ പോവാന്. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. ഉച്ചയായി, ഭയങ്കര വെയിൽ. സോ ഇതാണ് ഗൈസ് നമ്മുടെ എൻജിനീയറിംഗ് ബിൽഡിങ്. കണ്ട നൈസല്ലേ? ഒരു ഹണി കോം സ്ട്രക്ചറൊക്കെ വെച്ചിട്ടുള്ളതാണ്. നല്ല വെയിലുണ്ട്. ഞാൻ വീട്ടിലെത്തട്ടെ. ബൈ. സീ യു. നല്ല ചൂടുണ്ട്. ഞാൻ കർത്തനിട്ട് കൊള്ളുന്നുണ്ട്. ഇതിന് നല്ല പാലക്കാട്ടത്തെ ചൂടുണ്ട്. സഹിക്കാൻ പറ്റും. സഹിക്കാൻ പറ്റില്ല. 2 വാക്ക് എങ്ങനെയുണ്ട് UK? കേരളത്തിൽ നിന്നപ്പോ അവിടെയാണ് ചൂടെന്ന് വിചാരിച്ചിട്ടാണ് UK ഓടി വന്നത്. പക്ഷെ UK വന്നപ്പോഴേ മനസ്സിലായത് കേരളത്തിലെ ചൂടൊന്നും അല്ല. എന്ത് ചെയ്യാൻ പറ്റും? മലയാളം സംസാരിക്കാൻ അറിയത്തില്ല. അതിൽക്ക് ദുബായിലെ ആണോ ഇവിടത്തെ ആണോ ചൂട്? ഏതാണ്? UK? സൂപ്പർ. എന്ത് സൂപ്പർ? സൂപ്പർ ചൂട്. സാൻഡ്രയുടെ 2 വാക്കുകൾ. ഇവിടെ AC ഇല്ല, ഫാൻ മേടിക്കാൻ കാശില്ല. ഞാൻ പറയാം, ആകെയുള്ള പ്രശ്നം എന്താ അറിയോ? ഹീറ്റിന് സർവൈവ് ചെയ്യുന്ന രീതിയിലുള്ള ബിൽഡിങ്സ് ഒന്നും അല്ല. ചൂട് അകത്തിരുന്നാലും ഭയങ്കര വിഷയായിരിക്കും. ജെല്ല് പോലും തുറക്കാൻ പറ്റും. നാട്ടിലാണെങ്കിൽ ചൂട് എടുക്കുവാണെങ്കിൽ ജെല്ല് തുറന്നിട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കാറ്റ് കയറും. പക്ഷെ ഇവിടെ വരുന്ന കാറ്റ് ഉൾപ്പെടെ ചൂടാ. ഇപ്പൊ ഫാന് വെച്ചാലും ചൂട് കാറ്റ് തന്നെ അടിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഏതാ ദിവസം 3 അല്ലേ?
സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വ്ളോഗ്. ഇനിയും അടിപൊളി ഇൻട്രസ്റ്റിംഗ് വ്ളോഗുമായിട്ട് വരാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സ്നാപ്പീസ് വ്ളോഗ്സ്.